ഹലോ ഗെയ്സ്, ചെമ്പനീർപ്പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കടയുടെ ഓണർ രവീന്ദ്രനോട് പറയുന്നുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ മക്കൾ നമ്മുടെ കാലശേഷം ഈ സ്വത്തൊക്കെ നോക്കി നടത്തുമെന്ന്. പക്ഷേ അവർക്ക് അതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലയെന്ന്. അപ്പോൾ രവീന്ദ്രൻ പറയും, ശരിയാണ്, അവർക്കും അവരുടേതായ ആഗ്രഹങ്ങളില്ലേ എന്നൊക്കെ പറയുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് സുധി ഇങ്ങനെ കടയ്ക്കകത്തോടൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുമ്പോഴാണ് കടയിലെ ഓണറുടെ കസേര കാണുന്നത്. ആ കറങ്ങുന്ന കസേര കാണുമ്പോഴത്തേന് സുധി അത് കയറിയിരുന്ന് ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പം ശ്രുതിയും ചന്ദ്രമതിയും കൂടെ എല്ലാം കണ്ട് ഇങ്ങനെ വരുമ്പോഴത്തേനാണ് ശ്രുതി കാണുന്നുണ്ട് ശ്രുതി ഇങ്ങനെ കറങ്ങുന്ന കസേരയിൽ നിന്ന് കറങ്ങുന്നത്. ഉടനെ ചന്ദ്രമതിയെ വിളിച്ച് കാണിക്കുന്നുണ്ട്, ആൻറ്റി ഇത് കണ്ടോന്ന്. അന്നേ ചന്ദ്രമതിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമാകും. എൻ്റെ മോൻ ഇങ്ങനെ ഒരു കസേരയിൽ ഇരുന്ന് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്ക് ഒത്തിരി സന്തോഷമായെന്നൊക്കെ പറയും. സച്ചിൻ ശ്രീകാന്തും എല്ലാം കൂടെ ഇതുപോലെ എല്ലാ ഉപകരണങ്ങളൊക്കെ കണ്ടുവരുമ്പോൾ അവരും കാണുന്നുണ്ട് ശ്രുതി ഇങ്ങനെ ഓണറുടെ കസേര കയറിയിരുന്ന് ഇങ്ങനെ കറങ്ങുന്നത്. അപ്പോഴത്തേന് രേവതി പറയുന്നുണ്ട്, ഓണറുടെ കസേര ആണല്ലോ, എന്തൊരു മണ്ടത്തരമൊക്കെ ഈ കാണിക്കുന്നതെന്ന്, ഇനി അദ്ദേഹം വന്ന് കണ്ടാൽ എന്ത് വിചാരിക്കും എന്നൊക്കെ പറയും. അപ്പോൾ രവീന്ദ്രനും അത് കാണുമ്പോൾ അങ്ങ് വല്ലതാവുന്നുണ്ട് കേട്ടോ, എന്ത് വാട്ടുതരമൊക്കെ ഈ കാണിക്കുന്നുള്ള രീതിയിൽ അവരെല്ലാം നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് വരുന്ന ചന്ദ്രമതി പറയുന്നുണ്ട്, കണ്ടോ രവിയേട്ടാ, എൻ്റെ മോൻ കറങ്ങുന്ന കസേരയിലിരിക്കുന്നത്, ഇങ്ങനൊരു സീൻ കാണാൻ വേണ്ടി ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്, എനിക്ക് സന്തോഷമായെന്നൊക്കെ പറയും. അപ്പോഴത്തേന് ശ്രുതിയെ സച്ചി വിളിക്കുന്നുണ്ട്, എടാ ഇങ്ങോട്ട് വാടാ, എന്ത് മണ്ടത്തരമൊക്കെ ഈ കാണിക്കുന്നത്, എണീറ്റ് വരാൻ പറയും. അന്നേരത്തേന് ശ്രുതി അവിടെ നിന്ന് എഴുന്നേറ്റ് വരും. ശ്രുതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ സച്ചി അങ്ങനെ വിളിച്ചത്. എന്താ സച്ചി ഇങ്ങനെയൊക്കെ, ശ്രുതി അങ്ങനെയൊന്നും വിളിക്കരുത്, ശ്രുതി ഇപ്പോൾ ഒരു ബിസിനസ് മാൻ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി അങ്ങോട്ട് വന്നിട്ട് പറയും, എടാ പോടാന്നൊന്നും ഇനി എന്നെ വിളിച്ചേക്കരുത് കേട്ടോ, ഞാൻ ഈ കടയുടെ ഓണറാകാൻ പോകുന്ന ആളാന്നൊക്കെ പറയും. അന്നേരത്തേന് ചന്ദ്രമതിയും വഴക്ക് പറയുന്നുണ്ട്. ശ്രുതി അതുപോലെ തന്നെ വീണ്ടും ആ കസേര പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് അങ്ങോട്ട് അതിൻ്റെ ഓണർ വരുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചാടി കഴിഞ്ഞിട്ട് പറയും, സാറേ ഞാനിങ്ങനെ ഈ കസേര കണ്ടപ്പോൾ ഒന്ന് ഇരുന്നേ ഉള്ളെന്ന് പറയും. അതിനെന്തായിരുന്നു, ഈ കടയൊക്കെ വാങ്ങാൻ എന്തായാലും ഉദ്ദേശിച്ചില്ലേ, എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കും. എല്ലാം മനസ്സിലായി സാറെന്നൊക്കെ പറയും. പിന്നെ ഈ കടയിലെ സാധനങ്ങളെല്ലാം ഓരോ കമ്പനി കൊണ്ടുവച്ചിരിക്കുന്ന അവരുടെ ടാർഗറ്റൊക്കെ തികച്ചു കൊടുക്കണം എന്നൊക്കെ പറയും. അതിനൊക്കെ എന്താ സാറേ, എനിക്കതിനൊക്കെ ഉള്ള കഴിവുണ്ട് എന്നൊക്കെ പറയും. പിന്നെ ആദ്യം കുറേ കാശൊക്കെ ഇങ്ങനെ വരും, പിന്നീട് അതെല്ലാം ലോണായിട്ടൊക്കെ നോക്കണം എന്നാന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ടോ. അന്നേരത്തേനെ സച്ചി അങ്ങോട്ട് വന്നിട്ട് പറയും, സാറേ എങ്ങനെയാ കാര്യങ്ങളൊക്കെ, ഇനിയിപ്പോൾ വിലയുടെ കാര്യമൊക്കെ ചർച്ച ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേന് ശ്രുതി പറയുന്നുണ്ട്, സച്ചി ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തോളാം, ഞങ്ങൾക്കറിയാം ഇതൊക്കെ പറയാമെന്നൊക്കെ. അപ്പോൾ സച്ചി അങ്ങ് വല്ലാതാകും കേട്ടോ. അപ്പോൾ ശ്രുതിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ശ്രുതി ഉടനെ അങ്ങനെ തന്നെ വേണമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ചന്ദ്രമതിക്ക് സച്ചിയെ പറഞ്ഞത് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ശ്രീകാന്തിനും വർഷയ്ക്കും അതുപോലെ രവീന്ദ്രനും ഒന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല സച്ചിയെ അങ്ങനെ താത്ത് കെട്ടി സംസാരിച്ചത്. ഉടനെ സാർ വാ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് ശ്രുതിയും കൂടെ ആ ഓണറെ വിളിച്ച് മാറ്റി നിർത്തിയൊക്കെ സംസാരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം ശ്രുതി ഭയങ്കര കാര്യമായിട്ടൊക്കെ സംസാരിക്കും. ശ്രുതിയാണ് അത് കേട്ട് സന്തോഷിച്ച് അങ്ങ് നിൽക്കുകയാണ്. പിന്നീട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് രേവതി എല്ലാവർക്കും ഇങ്ങനെ ഫുഡൊക്കെ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് ചന്ദ്രമതി ചോദിക്കും, ശ്രുതിയെ നീ വിളിച്ചില്ലായിരുന്നോ അവിടെ ചെന്നെന്ന്. ഞാൻ പറഞ്ഞതായിരുന്നല്ലോ എല്ലാവരോടും ആഹാരം കഴിക്കാൻ വരാമെന്ന് പറയുന്നുണ്ട് രേവതി. എന്നെ പറയും, അങ്ങനെയാണോ, നീ അവരുടെ മുറി ചെന്ന് അവരെ വിളിച്ചുകൊണ്ട് വരാൻ പറയും. ഉടനെ രേവതി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ സച്ചി പിടിച്ച് നിർത്തിയിട്ട് പറയും, നീ എവിടെയും പോയി വിളിക്കണ്ട, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ വന്ന് കഴിച്ചോളും, ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് രേവതിയെ പിടിച്ചിരുത്തുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കും, അപ്പം നീ എങ്ങനെ ഇരുന്ന് കഴിച്ചാൽ എങ്ങനെയാണ്, എല്ലാവർക്കും വിളമ്പണ്ടേന്ന്. ഉടനെ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇവിടെ ആർക്കും കഴിക്കുക കുഴപ്പമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എല്ലാവരും ആവശ്യമുള്ളത് എടുത്തങ്ങ് കഴിച്ചോളൂ എന്ന് പറയും. അപ്പോൾ ശ്രീകാന്തും വന്നിരുന്ന് കഴിക്കാനിരിക്കുകയാണ്. അന്നേരം ശ്രുതിയും കൂടെ വന്നിരിക്കുമ്പോഴത്തേന് ഒരുപാട് സന്തോഷത്തിലാണ് ചന്ദ്രമതി മോളെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ്, മോനെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിരുത്തുന്നത്. അപ്പം വെജിറ്റബിൾ കറിയാന്നൊക്കെ പറയുമ്പോഴത്തേന് ശ്രുതി ഉടനെ പറയും, എനിക്ക് വെജിറ്റബിൾ ഒന്നും വേണ്ട, എനിക്ക് നോൺ വെജ് ഇല്ലാതെ കഴിക്കാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് നേരത്തെ പറഞ്ഞു വിടായിരുന്നു, ഞങ്ങൾ പുറത്തുനിന്ന് അങ്ങനെ ഓർഡർ ചെയ്ത് വരുത്തുമായിരുന്നല്ലോ, അല്ലെ പുറത്ത് പോയി കഴിച്ചാനല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേന് സച്ചി പറയുന്നുണ്ട്, ഇനി ഇത് എന്തൊക്കെ കാണേണ്ടി വരുമോ എന്ന്. അന്നേരം ഉടനെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, പിന്നെ ഏട്ടാ എന്നാ കടയുടെ ഉദ്ഘാടനമെന്ന്. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചില്ല, അമ്മ ഒരു ഡേറ്റ് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നതൊക്കെ പറയുന്നുണ്ട് ശ്രുതി. ഉദ്ഘാടനം അച്ഛമ്മയെ കൊണ്ട് നടത്തിച്ചാലോ എന്ന് പറഞ്ഞേ സച്ചി ചോദിക്കുന്നുണ്ട്. ഉടനെ രവീന്ദ്രൻ പറയും, ശരി അമ്മയെ കൊണ്ട് നടത്താമെന്ന് പറഞ്ഞേ തന്നെ ചന്ദ്രമതി വേണ്ട വേറെ ആരെങ്കിലും കൊണ്ട് നടത്തിയാൽ മതി എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നിനക്ക് എൻ്റെ അമ്മയുടെ കാര്യം കേൾക്കുന്നതിന് ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞെന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. പിന്നെ കടയുടെ പേരെന്താ തീരുമാനിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേന് ഉടനെ ശ്രുതി പറയും, അങ്ങനെ ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല, എന്തെങ്കിലും നല്ലൊരു പേരിടണമെന്നൊക്കെ പറയും. അത് അച്ഛമ്മയുടെ പേരിട്ടാലോ എന്നുടനെ
രേവതി ചോദിക്കും, അത് വേണ്ട, അച്ഛമ്മയുടെ പേരൊക്കെ ഓൾഡ് ഫാഷനല്ലേ, അത് വേണ്ട, അതൊന്നും ശരിയാകത്തില്ല, ഇച്ചിരി ന്യൂ ജനറേഷൻ പേരിടണമെന്നൊക്കെ പറയും. അതിനിപ്പം ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ, നല്ലൊരു പേര് കണ്ടുപിടിച്ച് അങ്ങ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ചന്ദ്രമതിയും പറയുന്നുണ്ട്, ഞാനോർത്ത് നിങ്ങൾക്ക് നല്ലൊരു പേരൊക്കെ കയ്യിലുണ്ടായിരിക്കുമെന്നാണ് വിചാരിച്ചേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചന്ദ്രമതിയുടെ മനസ്സിൽ ചന്ദ്രമതിയുടെ പേരിടണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ സച്ചിക്ക് മനസ്സിലാകുന്നുണ്ട് ചന്ദ്രമതിക്ക് സ്വന്തം പേരിടിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്ന്. സുധി പക്ഷേ ആ പേരിടുന്നതിനെക്കുറിച്ച് ഒരു താല്പര്യവും കാണുന്നില്ല എന്നുള്ള പരുവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ സുധിയുടെ നോട്ടം കാണുമ്പോഴത്തേന് സച്ചി രേവതിയോട് പറയുന്നുണ്ട്, നോക്കിക്കെന്ന്. അന്നേരം ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് ചന്ദ്രമതി അങ്ങ് സങ്കടത്തിലാന്ന്. രവീന്ദ്രനെ പറയും, എന്തായാലും ഇവരുടെ കടയല്ലേ, അത് ഇവരങ്ങ് തീരുമാനിച്ചോളൂ, ഇവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പേരിടട്ടെ, അത് തന്നെയല്ലേ നല്ലത്, നമ്മൾ അതിനകത്തൊന്നും ഇടപെടാൻ പോകണ്ട എന്ന് പറയും. അന്നേരത്തേന് എല്ലാവരും പറയും അത് ശരിയാണെന്ന്. പക്ഷേ ചന്ദ്രമതി ഇങ്ങനെ പ്രതീക്ഷയോടെ സുധിയെ നോക്കുന്നുണ്ട്. അപ്പോൾ സുധിക്ക് മനസ്സിലാകും പെട്ടെന്ന്. ഉടനെ പറയും, മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഈ ഇവിടെ നിന്നാൽ പെട്ടുപോകും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് ശ്രുതിയെ വിളിച്ചുകൊണ്ട് മേളിലിട്ട് അങ്ങ് പോവുകയാണ്. അന്നേരം ചന്ദ്രമതി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ടും സുധി ഇങ്ങനെ ആലോചിക്കുകയാണ് കടയ്ക്ക് എന്താ പേരിടേണ്ടതെന്ന്. അപ്പോൾ ഇവർ ചർച്ച ചെയ്യുമ്പോഴത്തേനും ഉടനെ സുധി ഉടനെ ചോദിക്കും, എന്തായാലും നമ്മുടെ രണ്ടുപേരുടെയും പേരിൻ്റെ ആദ്യ അക്ഷരം ഇട്ടാലോ എന്ന്. അത് ശരിയാകില്ല, അവർ പേരിട്ടിരിക്കുന്നത് രണ്ടുപേരുടെയും കൂടെ കൂട്ടി ഉള്ളതല്ലേ, രേവതിയും സച്ചിയും കൂടെ, അപ്പോൾ അത് കോപ്പി അടിച്ചാന്ന് പറയും, അതുകൊണ്ട് നമുക്കത് വേണ്ട എന്ന് പറയും. എന്നാൽ നിൻ്റെ അച്ഛൻ്റെ പേരിടാന്ന് പറയും. വേണ്ട അച്ഛൻ്റെ പേരോ എന്ന് പറയും. അല്ല, അച്ഛനല്ലേ കാശ് തന്നെന്ന്. അത് അച്ഛൻ്റെ കാശല്ലല്ലോ, അതിപ്പം വേറെ കാശല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേന് പറയും, എന്നാൽ പിന്നെ നമുക്ക് നീലിമയുടെ പേരിടാമെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾക്ക് പഴയ കാമുകിയുടെ പേരിടണം അല്ലേ, അവളെ നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ലേ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്. ആ സമയത്താണ് സച്ചി അങ്ങോട്ട് കയറി വരുന്നത്. സച്ചി അപ്പം വാതിക്കൽ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ, ഇവർ തമ്മിൽ പേരിൻ്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ ആലമ്പുന്നതൊക്കെ. ഉടനെ ശ്രുതി പറയുന്നുണ്ട്, അന്ന് നമുക്ക് അമ്മയുടെ പേരിടാമെന്ന് ഇവിടുത്തെ. ഉടനെ പറയും, വേണ്ട, അതൊന്നും ശരിയാകത്തില്ല, അമ്മയുടെ പേരിട്ട നിൻ്റെ ബ്യൂട്ടി പാർലറിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്തായി, അതുപോലെ തന്നെ രേവതിയുടെ ഫ്ലവർ ഷോപ്പിൻ്റെ പേരും അത് തന്നെയായിരുന്നു, അത് ഇപ്പം കോർപ്പറേഷൻകാർ എടുത്തുകൊണ്ട് പോയില്ലേ, അതുകൊണ്ട് അമ്മയുടെ പേര് വേണ്ട, അമ്മയുടെ പേരിന് ഒരു രാശിയില്ലെന്നൊക്കെ പറയും. ഇതൊക്കെ പുറത്ത് നിന്ന് സച്ചി റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അന്നേരം മാക്സിമം പറഞ്ഞ് നോക്കുന്നുണ്ട് ശ്രുതി, വേണ്ട, ആൻറ്റി എന്ത് ഒരു സന്തോഷത്തിലായിരിക്കും അത് ആലോചിച്ചിരിക്കുന്നത്, ആൻറ്റിയുടെ പേരിടാമെന്നൊക്കെ പറയാം. അപ്പോഴത്തേന് സച്ചി അങ്ങോട്ട് കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി പേരിടുന്ന കാര്യമൊക്കെ തീരുമാനിച്ചോ എന്നൊക്കെ ചോദിക്കും. ഞങ്ങളുടെ ബിസിനസ് അല്ലേ, ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചോളാം എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രേവതി അങ്ങോട്ട് ഡ്രസ്സ് എങ്ങാണ്ട് ടെറസിലിടാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അന്നേരം രേവതി പുറത്ത് നിന്ന് കേൾക്കുകയാണ് ഇവർ 3 പേരോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം സച്ചി പറയും, എന്തായാലും നീ വേറെ ആരുടെയും പേരൊന്നും നോക്കാൻ പോകണ്ട, നമ്മുടെ അമ്മയുടെ പേരിട്ടാൽ മതി എന്ന് പറയും. അമ്മയുടെ പേര് ഇടണമെന്ന് ഞാൻ തീരുമാനിച്ചില്ലല്ലോ, ഞങ്ങൾക്ക് അതൊന്നുകൂടെ ആലോചിക്കാനുണ്ടെന്നൊക്കെ പറയും. നിന്നോടല്ലേ ഇവിടെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ വാത്സല്യം, അത് നിനക്കറിയാമല്ലോ എന്ന് പറയും. അതൊക്കെ കാര്യം ശരിയായിരിക്കും, പക്ഷേ അതും ഈ കടയുടെ പേരുമായിട്ടൊന്നും കൂട്ടിക്കുഴയ്ക്കേണ്ട നീ എന്ന് പറയും. അമ്മ നിൻ്റെ കടയുടെ പേര് ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ആ പേര് തന്നെ ഇട്ടാൽ മതി, വേറെ ഒന്നും ഇടണ്ട എന്ന് പറയും. അത് ഞാനല്ലേ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞേ ശ്രുതി പറയുന്നുണ്ട്. നീ ആണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാണ്, അന്ന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നിന്നെ ഈ വീട്ടിൽ കയറ്റരുതെന്ന് തല്ലി ഓടിക്കണമെന്ന് വിചാരിച്ചിരുന്നവനാണ് ഞാൻ. എൻ്റെ അടുത്ത് വരെയും കരഞ്ഞ് കാല് പിടിച്ച് നിന്നെ അകത്ത് കയറ്റിയത് ഈ അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് നിന്നോടുള്ള വാത്സല്യവും സ്നേഹം എന്തുമാത്രം ഉണ്ടെന്ന് അറിയാമല്ലോ. അന്നേരത്തേന് നീ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അമ്മയുടെ പേരല്ല വേറെ ഒരു പേരും ആ കടക്കിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അന്നേരം ഉടനെ ശ്രുതി പറയും, അതിന് അമ്മയുടെ പേരെടുത്തില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന്, നീ കേട്ട് നോക്കാമെന്ന് പറഞ്ഞ ഉടനെ ആ വോയിസ് ക്ലിപ്പ് ഉടനെ കേൾപ്പിക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേന് രേവതിയും പുറത്തു നിന്ന് അതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അന്നേരത്തേന് ശ്രുതി അങ്ങ് വല്ലാതാകും. കേട്ടല്ലോ, നിൻ്റെ സ്വഭാവം ഇതിനകത്ത് മൊത്തം ഉണ്ടെന്നൊക്കെ പറയും. അത് കാണുമ്പോഴത്തേന് ഉടനെ ശ്രുതിയും വഴക്ക് പറയുന്നുണ്ട്, എന്ത് പണിയായി കാണിച്ചത്, ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്നത് തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കും. അത് ശരിയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ ഈ ഒരു കേസ് മാത്രമായതുകൊണ്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്തതും നിങ്ങളെ ഇപ്പം കേൾപ്പിച്ചതും. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ പേരല്ലാതെ ഈ ഹോം അപ്ലയൻസിന് പേരിടാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് സച്ചി. അന്നേരത്തേന് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ രേവതി പുറത്ത് നിൽപ്പുണ്ട്. ശ്രുതിയാണെങ്കിൽ ഇത് കേട്ടല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.